നമ്മൾ പാമ്പിനെ കണ്ടമാനം നമ്മൾ ചിലപ്പോൾ വീട്ടിൽ കാണും, ചിലർ ഉറക്കത്തിൽ ഇങ്ങനെ സ്വപ്നം കാണും അല്ലേ? ഉണ്ടാ അല്ലെങ്കിൽ എന്താ അറിയില്ല, ഉള്ളവർ കൈയൊന്നിച്ചാണ് ഇടക്കിടക്ക് നിരന്തരം പാമ്പിനെ സ്വപ്നം കാണുന്നവർ, ഇടക്കൊക്കെ കാണാട്ടോ, നിരന്തരം കാണുന്നവര് അവർക്ക് നല്ലൊരു മരുന്ന് പറഞ്ഞുതരാം. വേണമെങ്കിൽ കേട്ടോളിയും. പാമ്പിനെ കാണാൻ ചിലർക്ക് അവിടെ കണ്ണടച്ചാൽ അല്ലെങ്കിൽ കണ്ണ് തുറന്നാൽ കാട്ടിൻ്റെ ഉള്ളിൽ പാമ്പുണ്ടെന്ന് തോന്നും അല്ലേ? അതുപോലെ തന്നെ പിന്നെ എങ്ങനെ പാമ്പുണ്ടെന്ന് തോന്നും, വളരെ പ്രയാസമാണ്. ഹായ്, ഇത് പുതിയ തൂറൽ ഹബീബ്. ഒരാറ്റക്കോയനെ കൊണ്ട് മനുഷ്യൻ കൊയങ്ങിണ്, അടുത്ത ആറ്റക്കോയ വന്നിരുന്നതാ. പാമ്പിനെ കാണാണ്ടിരിക്കാൻ വേണ്ടിയില്ല മരുന്നായിട്ട്. എല്ലാരും ലക്ഷ്യം ഒന്നും എന്താ വെച്ചാല് പൈസ ചൂഷണം ചെയ്യുക, ആൾക്കാരെ ചൂഷണം ചെയ്യുക. യൂട്യൂബിൽ ലൈക്ക് അടിച്ച് ലവ് ചിഹ്നം വിട്. എന്ത് അംക്കളായിട്ടുകളൊക്കെ. ഇതിന്റെ പിന്നാലെ കുറെ ആൾക്കാരുണ്ട്. ജുമാക്ക് പോണ ആര് വണ്ടി എടുത്ത് അതിന്റെ പിന്നാലെ ഇങ്ങനെ നടക്കണം, എല്ലാ പൈസയും ചെലവാക്കിയിട്ട്. എന്തൊരു കഷ്ടം. അത് വേറെ തൂറ ഹബീബ്. ഇങ്ങനത്തെ കുറെ നായ്ക്കളെന്ന് തന്നെ പറയാം, നായ്ക്കളുണ്ട് നമ്മളെ നാട്ടില്. അതിന്റെ പിന്നാലെ എങ്ങനെ നടക്കന്നെ. പൈക്കൾ അയച്ചിട്ടാരി അങ്ങാടിക്ക്. ഏതെങ്കിലും പുല്ലുണ്ട് അതിന്റെ വേക്കിൽ അങ്ങനെ പോകലോ പൈക്കള്. അതേമാതിരി കുറച്ച് ആൾക്കാർ ചൂഷണം ചെയ്യാൻ ഇറങ്ങി അതിന്റെ പിന്നാലെ ഇങ്ങനെ നടക്കന്നെ അമുക്ക് ജാതികള്. അല്ലാണ്ട് എന്താ പറയുമല്ലൊക്കെ. ഇത് പുതിയതാവുന്നു അല്ലേ? ഇത് ക്ലിക്കാവുന്ന എനിക്ക് തോന്നുന്നില്ല, വലിയ ഉഷാറില്ല. കുറച്ച് ഉഷാറ് കമ്മി ഉണ്ട്. ഏതായാലും എന്തൊക്കെ നായ്ക്കള നമ്മളെ നാട്ടില്. ഇതിനൊക്കെ പിന്നാലെ നടക്കണ്ടല്ലോ. ഇതും വിശ്വസിച്ചിട്ട് ഇങ്ങനെ ഇതാണ് വലിയ കൊടന്ന് ചാച്ചിട്ട് ഇതിന്റെ പിന്നാലെ ഇങ്ങനെ നടക്കുക ആൾക്കാര്. ഇവലാണ് പിന്നെ ലോകം സൃഷ്ടിച്ചത്, ഇവലാണ് ലോകം മൊത്തം ഇതാക്കണത്, ഇവലാണെങ്കി മരിച്ചു പോയി കഴിഞ്ഞാൽ വില ഉണ്ടാവുള്ളൂ. ഒരു തൂറൽ ഹബീബും ഒരു നാറ്റക്കോ ഇങ്ങനത്തെ കുറെ പെരുക്കികളും ഉളുപ്പും മനമാണ് ചങ്ങായിമാരെ. ഇതിനെ പിന്നാലെ പോണ ആൾക്കാരില്ല, ഇങ്ങനെ തീട്ട നിന്നതല്ലേ. അപ്പൊ എല്ലാവരും സ്നേഹം അല്ല. പിന്നെ ഇവരോടൊക്കെ പിന്നെ എന്താ പറയാ, ഇങ്ങനത്തെ കുറെ എണ്ണം വരും യൂട്യൂബ് ചാനൽ ഉണ്ടാക്കുന്നിട്ട് അതിന്റെ മൂട്ടിൽ കമന്റ് ചെയ്ത് ലൗച്ചിനെ ലൈക്ക് അടിച്ച, എന്നിട്ട് ഓല് പറയണ മരുന്ന് മുക്കടിയും കുടിക്കുക, എന്നിട്ട് ഒല്ല ചില്ലറൊക്കെ പാടെ ഓല് കൊണ്ടു കൊടുക്കുക. കുറെ പ്രവാസികളെ ആൾക്കാരും ഉണ്ടാവും. ഇവിടുന്ന് എങ്ങനെ നയിച്ചിട്ട് കുബൂസും നിന്ന് കുറച്ച് പൈസ അയച്ചു കൊടുക്കും. അത് കൊണ്ടുപോയിട്ട് ഇങ്ങനെ തൂറാബീവിനും മറ്റേനും കൊടുത്താൽ തീർത്താളി. കുറ്റം കിട്ടങ്ങനെ വരെങ്കിൽ പ്രവാസികളെ ഓരോ ഉറുപ്പ് ഇളവാക്കുമ്പോ അല്ല പിന്നെ